വിഴിഞ്ഞം സമുദ്രം തിരിഞ്ഞു നോക്കിയ ഒരു തുറമുഖത്തിൻ്റെ കഥ. ഉറങ്ങിക്കിടന്ന കടലിൻ്റെ വിളി. ഒരിക്കൽ അറബിക്കടലിൻ്റെ തീരത്ത് വിഴിഞ്ഞം എന്നൊരു ചെറിയ തീരഗ്രാമം ഉണ്ടായിരുന്നു. വള്ളങ്ങളും വലകളും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും. പക്ഷേ ആ കടൽ വെറുമൊരു കടൽ അല്ലായിരുന്നു. ആഴമുള്ള കടൽത്തട്ട്, വലിയ കപ്പലുകൾക്ക് വഴിയൊരുക്കുന്ന പ്രകൃതിദത്ത ആഴം. ലോകവ്യാപാരത്തിൻ്റെ പ്രധാന സമുദ്രമാർഗത്തിന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലം. കടൽ നിശബ്ദമായി പറഞ്ഞു, ഇവിടെ ഒരു ലോകവാതിൽ തുറക്കാം. ലോക കപ്പലുകൾ കടന്നു പോകുമ്പോൾ കാലം കടന്നു. ആകാശത്തെ മേഘങ്ങളെക്കാൾ വലുതായ കണ്ടെയ്നർ കപ്പലുകൾ വിഴിഞ്ഞത്തിൻ്റെ കടലരികിലൂടെ കടന്നുപോയി. അവ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വന്നതല്ല, കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്ന വിദേശ തുറമുഖങ്ങളിലേക്കായിരുന്നു അവയുടെ യാത്ര. ഇന്ത്യയുടെ ചരക്കുകൾ, ഇന്ത്യയുടെ കടൽ വഴികൾ, പക്ഷേ ലാഭം മറ്റൊരു രാജ്യത്തിൻ്റെ തീരങ്ങളിൽ. വിഴിഞ്ഞം നോക്കി നിന്നു. എന്തുകൊണ്ട് എൻ്റെ മടിയിൽ ഇറങ്ങുന്നില്ല? തുറമുഖത്തിൻ്റെ ജനനം. ഒരു ദിവസം ഭൂമിയും കടലും മനുഷ്യരും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. ഇവിടെ ഒരു തുറമുഖം പണിയാം. ലോകം തിരിഞ്ഞു നോക്കുന്ന ഒരു തുറമുഖം. വിഴിഞ്ഞം തുറമുഖം പിറന്നു. പ്രകൃതിദത്ത ആഴം കാരണം വലിയ ഡ്രഡ്ജിംഗ് വേണ്ടി വന്നില്ല. അൾട്രോ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ നേരെ കടന്നു വരാൻ തുടങ്ങി. കടൽ ചിരിച്ചു, ഇതാണ് എൻ്റെ ശക്തി. ആദ്യ പരീക്ഷണം ലാഭമല്ല, വിശ്വാസം. ആദ്യകാലത്ത് വിഴിഞ്ഞത്തിൻ്റെ ലാഭം വേണ്ടിയിരുന്നില്ല, വേണ്ടിയിരുന്നത് വിശ്വാസം. ഇവിടെ ഇറങ്ങൂ, വേഗത്തിൽ ചരക്കുകൾ മാറ്റി ചിലവ് കുറച്ച് വീണ്ടും യാത്ര തുടരൂ. ഷിപ്പിംഗ് കമ്പനികൾ ഒന്നൊന്നായി എത്തി. ഇന്ത്യയുടെ ചരക്കുകൾ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ മാറ്റിവെക്കാൻ തുടങ്ങി. ഓരോ കണ്ടെയ്നറിനൊപ്പം വിഴിഞ്ഞത്തിൻ്റെ ആത്മവിശ്വാസവും വളർന്നു. തുറമുഖത്തിനപ്പുറം ഒരു ലോകം. വിഴിഞ്ഞം ഇനി വെറും തുറമുഖമല്ല, ഇതിനു ചുറ്റും വെയർഹൗസുകൾ, കോൾഡ് സ്റ്റോറേജുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ, ഫ്രീ ട്രേഡ് സോണുകൾ. ഒരു ചരക്കെത്തി, ഇവിടെ സൂക്ഷിച്ചു, ഇവിടെ അസംബിൾ ചെയ്തു, വീണ്ടും ലോകത്തേക്ക് പോയി. ഒരിക്കൽ മാത്രം ലാഭം കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ ഇരട്ടയും 3 ഇരട്ടയും ലാഭം. തുറമുഖം പണമായില്ല, ഒരു സമ്പദ് വ്യവസ്ഥയായി. കൊളംബോയോട് നടന്ന മത്സരം. കൊളംബോ തുറമുഖം ചോദിച്ചു, നീ എന്നെ മറികടക്കുമോ? വിഴിഞ്ഞം മറുപടി പറഞ്ഞു, വില കുറച്ച് വേഗത്തിൽ ഇന്ത്യയുടെ ചരക്കുമായി. കപ്പലുകൾ കണക്ക് കൂട്ടി. സമയം കുറവ്, ഇന്ധന ചെലവ് കുറവ്, നിലവാരം ഉയരും. തീരുമാനം സ്വയം ഉണ്ടായി. ഭാവിയിലേക്കുള്ള കാഴ്ച. വർഷങ്ങൾ കടന്നു. വിഴിഞ്ഞം ദക്ഷിണേന്ത്യയുടെ പ്രധാന ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി. കേരളം ലോജിസ്റ്റിക് ശക്തിയായി. ഇന്ത്യ സ്വന്തം ചരക്കിൻ്റെ ലാഭം സ്വന്തം മണ്ണിൽ തന്നെ സൂക്ഷിച്ചു. കടൽ വീണ്ടും പറഞ്ഞു, സമയത്ത് എന്നെ തിരിച്ചറിഞ്ഞവർ ലോകത്തിൻ്റെ വാതിൽ തുറന്നു. അവസാന വാക്ക്. വിഴിഞ്ഞം ഒരു തുറമുഖമല്ല, ഇത് ഇന്ത്യയുടെ കടൽ ഭാവിയുടെ കഥയാണ്.